നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ നിന്നും സിന്തറ്റിക് ലഹരിമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. 66 ഗ്രാം MDMA-യുമായാണ് ലഹരി വിൽപ്പന സംഘത്തിൽ ഉൾപ്പെട്ട പെലക്കാട്ട് പയ്യൂർ സ്വദേശി അബു, തലക്കോട്ടുകര സ്വദേശി നിതിൻ എന്നിവർ അറസ്റ്റിലായത്. പന്തല്ലൂരിൽ 5 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. മരിച്ചത് പന്തല്ലൂർ കോച്ചൻ വീട്ടിൽ രാജേഷ് പ്രിയ ദമ്പതികളുടെ മകൾ അതിഥി കൃഷ്ണ. പനിയെ തുടർന്ന് ആന്തരാവയവങ്ങളിൽ വ്യാപിച്ച അണുബാധയാണ് മരണകാരണമെന്ന് സൂചന. പ്രതിശ്രുതവരൻ കുഴഞ്ഞു വീണു മരിച്ചു. ചൊവ്വാഴ്ച വിവാഹിതനാകേണ്ട ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപം താമസിക്കുന്ന ചന്ദ്രൻ മകൻ 30 വയസ്സുള്ള അരുണാണ് മരിച്ചത്. മരണത്തെ തുടർന്ന് പന്തല്ലൂർ പൂരത്തിന്റെ ഭാഗമായി നൻപൻസ് കമ്മിറ്റി നടത്തേണ്ടിയിരുന്ന ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു. ചാവക്കാട് മണത്തല നേർച്ചയ്ക്ക് ആഘോഷപൂർവ്വം തുടക്കം. പ്രചോദിയുടെ ആദ്യ കാഴ്ച ജാറം അങ്കണത്തിലെത്തി. നേർച്ചയുടെ പ്രധാന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തെക്കഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ചാവക്കാട് നഗരം ചുറ്റി 11:30 മണത്തല പള്ളിജാറത്തിലെത്തും. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള ആനകളുടെ എണ്ണം 5-ൽ നിന്ന് 3 കുറച്ചു. ദേവസ്വം വിളിച്ചു ചേർത്ത വിവിധ സർക്കാർ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ ക്ഷീരസംഗമം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലയിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ വേലൂർ പഞ്ചായത്തിനുള്ള പുരസ്കാരം വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, മെമ്പർമാരായ വിമല നാരായണൻ, ആരിഫ സാബിർ, ബിന്ദു ശർമ്മ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ വേലൂർ പഞ്ചായത്തിലെ പുലിയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മാണത്തിനായി 5,25,000 രൂപ ക്ഷീരവികസന വകുപ്പ് നൽകി. ചൊവ്വന്നൂർ ക്ഷീരവികസന വകുപ്പിലെ ഏറ്റവും മികച്ച സംവരണ വിഭാഗം ക്ഷീര കർഷകനുള്ള പുരസ്കാരം വേലൂർ പഞ്ചായത്തിലെ സുബ്രഹ്മണ്യനും, ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം വേലൂർ പഞ്ചായത്തിലെ KK ജലീലിനും, ബ്ലോക്കിലെ മികച്ച വനിതാ ക്ഷീര കർഷകയ്ക്കുള്ള പുരസ്കാരം വേലൂർ പഞ്ചായത്തിൽ ഫ്ലൌസി ജോസഫ് എന്നിവർ ഏറ്റുവാങ്ങി. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള ആനകളുടെ എണ്ണം 5-ൽ നിന്ന് 3 കുറച്ചു. ദേവസ്വം വിളിച്ചു ചേർത്ത വിവിധ സർക്കാർ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ആനകളുടെ എണ്ണം കുറച്ചതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച ഫെബ്രുവരി 21-നാണ് ആനയോട്ടം നടക്കുന്നത്. ആചാരങ്ങൾ തെറ്റിക്കാതെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ചെയർമാൻ പറഞ്ഞു. ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന 15 ആനകളെ ഉച്ചയ്ക്ക് മഞ്ജുളാൽ പരിസരത്ത് അണിനിരത്തും. ആനചികിത്സാ വിദഗ്ധ കമ്മിറ്റി നിശ്ചയിക്കുന്ന 5 ആനകളിൽ നിന്ന് 3 ആനകളെ നറുക്കെടുത്ത് മുന്നിൽ നിർത്തും. ക്ഷേത്രനാഴികമണി 3 അടിച്ചാൽ മാരാർ ശംഖു മുഴക്കുകയും 3 ആനകൾ ക്ഷേത്ര പരിസരത്തേക്ക് ഓടുകയും ചെയ്യും. ബാക്കിയുള്ള ആനകൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി തൊഴുതു മടങ്ങും. ആദ്യം ഓടിയെത്തുന്ന ആനയെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് വിജയിയായി പ്രഖ്യാപിക്കും. ആന അകത്ത് കയറിയതിനു ശേഷം മാത്രമാണ് ഭക്തരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുക. ക്ഷേത്രത്തിനകത്ത് ആനയെ ഓടാൻ അനുവദിക്കില്ല. ആചാരപ്രകാരമുള്ള പ്രദക്ഷിണം നടത്തും. ക്ഷേത്രത്തിനകത്തും ബാരിക്കേഡ് ഒരുക്കും. മഞ്ജുളാൽ മുതൽ സത്രം ഗേറ്റ് വരെ റോഡിൽ ഇരുവശത്തും ബാരിക്കേഡ് ഒരുക്കും. ഭക്തരെ ബാരിക്കേഡിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന പാപ്പാന്മാർക്ക് 19-ന് വനം വകുപ്പിന്റെ ക്ലാസ് ഉണ്ടാകും. ആനയോട്ടത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിനായി അടുത്ത ദിവസം സബ് കമ്മിറ്റി യോഗം ചേരും. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, KR ഗോപിനാഥ്, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, ചാവക്കാട് തഹസിൽദാർ TK ഷാജി, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MK രഞ്ജിത്ത്, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, പോലീസ്, അഗ്നിരക്ഷാ സേനാ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. പന്തല്ലൂരിൽ 5 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. പന്തല്ലൂർ കോച്ചൻ വീട്ടിൽ രാജേഷ് പ്രിയ ദമ്പതികളുടെ മകൾ 5 വയസ്സുള്ള അതിഥി കൃഷ്ണയാണ് മരിച്ചത്. പനിയെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 2 ദിവസം മുമ്പ് കടുത്ത പനിയെ തുടർന്ന് കുട്ടിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ കുഞ്ഞിന്റെ രോഗാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആന്തരാവയവങ്ങളിലെ അണുബാധയാണ് മരണകാരണം എന്നാണ് സൂചന. മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ച് അധികാരം നേടാൻ ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കുവാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കേണ്ടത് സാംസ്കാരിക സംഘടനകളുടെ ദൌത്യമാണെന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഡോക്ടർ MG മല്ലിക പറഞ്ഞു. ഇടം സാംസ്കാരിക സംഘടന വെള്ളറക്കാട് വിവേകസാഗരം സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
വിവിധ അഭിപ്രായങ്ങൾ ഉന്നയിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളിൽ യോജിക്കാനും വിയോജിക്കാനുമുള്ള പൗരന്റെ അവകാശവുമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. നിർഭാഗ്യവശാൽ ഇപ്പോൾ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുവാനും അഭിപ്രായം പറയുന്നവരെ ഓരോ വിഭാഗങ്ങളുടെ പക്ഷക്കാരാക്കി മാറ്റി അധിക്ഷേപിച്ച് നിശബ്ദരാക്കുവാനും ശ്രമിക്കുന്നു. വിവാദങ്ങളുണ്ടാക്കി മനുഷ്യ മനസ്സുകളിലേക്ക് മതങ്ങൾ കുത്തിവെക്കുന്ന ഫാസിസ്റ്റ് തന്ത്രങ്ങൾ തിരിച്ചറിയണമെന്നും കേരളത്തിലെ മതസാഹോദര്യത്തിന് ഇടയാക്കുന്നത് സർക്കാർ പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. നമുക്കൊന്നും തന്നെ എങ്ങനെയാണ് മാറ്റം വരുത്തിയോ ഒന്നും അറിയാതെ തന്നെ മെല്ലെ 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 പേര് പോലും നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭാരത് എന്ന് മാറ്റിപ്പറയുന്ന തരത്തിലേക്ക് തന്ത്രപൂർവ്വമാക്കി തീർക്കുമ്പോൾ അവിടെ കൃത്യമായും ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് പറയലാണ് അതിൻ്റെ അകത്തെ രാഷ്ട്രീയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു മുസ്ലിമോ ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ മറ്റാരാണെങ്കിൽ പോലും അവര് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ആത്മബന്ധം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ ആ വിദ്യാഭ്യാസത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിന് ഇനി അത് സാധ്യമാവുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇടം പ്രസിഡന്റ് PJ ജ്യോതി ടീച്ചർ അധ്യക്ഷയായി. ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, അക്ബർ അലി, സ്കൂൾ പ്രധാനാധ്യാപിക PR വിജയശ്രീ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ മേജർ KP ജോസഫ്, AS മുഹമ്മദ് മുസ്തഫ, KH സ്വാലിഹ, KM ഗഫൂർ എന്നിവരെ ആദരിച്ചു. ഇടം ചിത്രരചനാ ക്യാമ്പിലെ വിജയികൾക്ക് സമ്മാന വിതരണവുമുണ്ടായി. പുതിയ പ്രസിഡന്റായി പ്രീതി രാജേഷ്, സെക്രട്ടറിയായി KP ജയൻ, ഫിനാൻസ് സെക്രട്ടറി KA ഫരീദ് അലി എന്നിവരെ തെരഞ്ഞെടുത്തു. KN നിഭേഷ്, അബ്ബാസ് വെള്ളറക്കാട് എന്നിവർ പ്രൊസീഡിയം നിയന്ത്രിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പ്രതിശ്രുത വരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചൊവ്വാഴ്ച വിവാഹിതനാകേണ്ട ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപം താമസിച്ചിരുന്ന ചന്ദ്രൻ മകൻ 30 വയസ്സുള്ള അരുണാണ് മരിച്ചത്. നിലവിൽ അക്കിക്കാവിൽ BRD ഗാരേജ് വഴിയിലാണ് താമസം. ഇവിടെ വെച്ച് ഞായറാഴ്ച രാവിലെ മുറിയിൽ അരുണിനെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡ്രൈവറായി ജോലി ചെയ്യുന്ന അരുണിന്റെ വിവാഹം പന്തല്ലൂർ പൂരത്തിന് ശേഷം 30-ാം തീയതിയാണ് നിശ്ചയിച്ചിരുന്നത്. മരണത്തെ തുടർന്ന് ഇന്ന് നടക്കേണ്ടിയിരുന്ന ചൊവ്വന്നൂർ നൻപൻസ് കമ്മിറ്റിയുടെ ഉൾപ്പെടെ 2 പൂരാഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കുന്നംകുളം അടുപ്പുട്ടി SNDP ശ്മശാനത്തിൽ നടക്കും. ലളിത മാതാവും അനിൽകുമാർ, അനുരേഖ എന്നിവർ സഹോദരങ്ങളുമാണ്. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ നിന്നും സിന്തറ്റിക് ലഹരിമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. 66 ഗ്രാം MDMA-യുമായി ലഹരി വിൽപ്പന സംഘത്തിൽ ഉൾപ്പെട്ട പെലക്കാട്ട് പയ്യൂർ സ്വദേശി അബു, തലക്കോട്ടുകര സ്വദേശി നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. 66.5 ഗ്രാം തൂക്കം വരുന്ന അതിമാരക സിന്തറ്റിക് മയക്ക് മരുന്നായ MDMA-യുമായി 2 യുവാക്കളെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പെലക്കാട്ട് പയ്യൂർ സ്വദേശി മമ്മസ്രായിലത്ത് വീട്ടിൽ 28 വയസ്സുള്ള അബു, കേച്ചേരി തലക്കോട്ടുകര കറുപ്പച്ചാൽ വീട്ടിൽ 23 വയസ്സുള്ള നിതിൻ എന്നിവരെയാണ് കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. MDMA വിൽപ്പന നടത്തി മുൻപ് 2 തവണ അറസ്റ്റിലായിട്ടുള്ള അബു മേഖലയിലെ ഉത്സവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിൽപ്പനയ്ക്കായി വൻതോതിൽ MDMA എത്തിച്ചതായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അബുവിന്റെ വീട്ടിൽ പരിശോധന നടത്തി ലഹരിമരുന്നു സഹിതം പ്രതികളെ പിടികൂടിയത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ പരിശോധന ആരംഭിച്ച പോലീസ് രാത്രി 9 മണിയോടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അബുവിന്റെ വീട് കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് പറയുന്നു. MDMA വാങ്ങാനെത്തുന്നവരും നാട്ടുകാരും തമ്മിൽ നിരവധി തവണ തർക്കമുണ്ടാവുകയും സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. അബുവിന്റെ വീട്ടിൽ പരിശോധന നടക്കുമ്പോഴും ബൈക്കുകളിൽ നിരവധി യുവാക്കൾ ലഹരിമരുന്ന് വാങ്ങാനെത്തുകയും പോലീസ് വാഹനം കണ്ട് തിരിച്ചു പോകുകയുമായിരുന്നു. അബു ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയതെന്ന് കരുതുന്ന വാഹനങ്ങളിലും പോലീസ് പരിശോധന നടത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ ഗിരീഷ് കുമാർ, ഷക്കീർ അഹമ്മദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ, രവികുമാർ, പ്രശോഭ്, ഗ്രീഷ്മ, ആശംസ്, ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ശരത്, ആശിഷ്, സുജിത് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃത് രംഗൻ സ്ഥലത്തെത്തി മഹസർ തയ്യാറാക്കിയ ശേഷമാണ് പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് മണത്തല നേർച്ച പ്രചോദിയുടെ ആദ്യ കാഴ്ച ജാറം അങ്കണത്തിലെത്തി. നാലകത്ത് ചാന്തിപ്പുറത്ത് ഷാഹിദ് ഹൈദ്രോസ് കുട്ടിമൂപ്പരുടെ 236ാമത് ചന്ദനംകുടം നേർച്ചയാണ് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. മണത്തല പള്ളിയിൽ അസർ നമസ്കാരത്തിന് ശേഷം നടന്ന മൗലിദ് പാരായണം, പ്രത്യേക പ്രാർത്ഥനകൾ, അന്നദാനം എന്നിവയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇന്ന് 15ഓളം കമ്മിറ്റികളുടെ കാഴ്ചകൾ മണത്തലയിൽ എത്തിച്ചേർന്നു. നേർച്ചയുടെ പ്രധാന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തെക്കഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ചാവക്കാട് നഗരം ചുറ്റി 11:30യോടെ മണത്തല പള്ളി ജാറത്തിൽ എത്തിച്ചേരും. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊടിയേറ്റ കാഴ്ചകളും തൊട്ടുപിറകെ പള്ളി അങ്കണത്തിലെത്തി കൊടിയേറ്റും. കരുത്തൂരാൻ കുടുംബത്തിലെ ഹിന്ദു സഹോദരങ്ങൾ പള്ളിമുറ്റത്തെ താണിമരത്തിൽ കൊടികയറ്റും. ഉച്ചതിരിഞ്ഞ് നാട്ടുകാഴ്ചകളും വിവിധ ക്ലബ്ബുകളുടെ കാഴ്ചകളും ഉണ്ടാകും.
മങ്ങാട് കുന്നംകുളം ഫയർ സ്റ്റേഷൻ റോഡിന്റെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,51,00,000 രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. പോർക്കുളത്തെ പ്രധാനപ്പെട്ട റോഡ് PWD റോഡ് സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 13 കോടി രൂപയ്ക്ക് ചിറക്കൽ പെങ്ങാമുക്ക് വഴി പോകുന്ന റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതും ഈ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയാണ് പോകുന്നത്. CV ശ്രീരാമൻ റോഡിൻ്റെ പണി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് അത് ചെയ്യുന്നത്. ഇന്ന് കുന്നംകുളം താലൂക്കിലെ 28 വില്ലേജുകളിലായി 437 പേർക്കാണ് ഈ നവകേരള സദസ്സിൽ കിട്ടിയ അപേക്ഷയുടെ ഭാഗമായി റേഷൻ കാർഡ് വിതരണം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ഞാനല്ല, ഗവൺമെൻറ് വാക്ക് പാലിക്കുന്നു. കുന്നംകുളം മണ്ഡലത്തിൽ പ്രധാന റോഡുകളെല്ലാം ആധുനിക രീതിയിൽ നവീകരിച്ചു വരികയാണെന്ന് MLA പറഞ്ഞു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ 1.5 കോടി ചെലവിട്ട് പൊന്നം പാലവും ഇതോടൊപ്പം പുതുക്കി നിർമ്മിച്ചു. യോഗത്തിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC കുഞ്ഞൻ, അഖില മുകേഷ്, PJ ജ്യോതിസ്, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻ അഗ്നിബാധ. യുണൈറ്റഡ് ടർഫിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഏകദേശം 3 ഏക്കർ വരുന്ന പറമ്പിലെ ആളുയരത്തിൽ നിൽക്കുന്ന പുല്ലിനാണ് തീപിടിച്ചത്. പറമ്പിലെ പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും അഗ്നിക്കിരയായി. വീടുകൾക്ക് സമീപത്തേക്ക് തീ പടർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. കാണിപ്പയൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വാദ്യമേള വിസ്മയങ്ങളാലും വർണ്ണ കാഴ്ചകളാലും അവിസ്മരണീയമായി. പൂരദിവസമായ ഞായറാഴ്ച രാവിലെ 4 മണിക്ക് തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രം ഊരാളൻ മനു നമ്പൂതിരിപ്പാടിന്റെ അനുമതിയോടെ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 4:30 മുതൽ ദേശപൂരങ്ങൾ ആരംഭിച്ചു. 6 മണിയോടെ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് 6:30 പേരുകേട്ട 17 ഗജവീരന്മാർ അണിനിരന്നുകൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. ഇതോടെ തെയ്യം, തിറ, മറ്റ് കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി. 29-ാം തീയതി രാവിലെ 6:30 കൂറ വലിച്ച് കൊടിയിറക്കുന്നതോടെ ഈ വർഷത്തെ അന്നംകുളങ്ങര പൂരമഹോത്സവം സമാപിക്കും. രാത്രി 8:30 മുഖാമുഖം നാടകം അരങ്ങേറും. ഭരണി ദിവസം മുതൽ 10 ദിവസം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളായ കളംപാട്ട്, നടപ്പറ തുടങ്ങിയ വിശേഷാൽ പൂജകൾ എല്ലാ ദിവസവും വൈകിട്ട് 6:30 മുതൽ 9:30 വരെ ഉണ്ടായിരുന്നു. ക്രമീകരണങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് T. സോമശേഖരൻ, ഭാരവാഹികളായ പരമേശ്വരൻ, ഗോപിനായർ, അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. പന്തല്ലൂർ പൂരം വർണ്ണാഭമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ തുടങ്ങി. വൈകിട്ട് 5 മണിയോടെ ക്ഷേത്ര പരിസരത്ത് കൂട്ടിയെഴുന്നള്ളിച്ചു. 25 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം അകമ്പടിയായി. തുടർന്ന് നാടൻ കലാരൂപങ്ങളുടെ വരവുമുണ്ടായി. കേരള ഹയർ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനിൽ 3ാം റാങ്ക് നേടി ജില്ലാ സെഷൻസ് ജഡ്ജിയായി നിയമിതനാകുന്ന അഡ്വക്കേറ്റ് KN പ്രശാന്തിനെ ജന്മനാടായ ചിറമനേങ്ങാട് ഗ്രാമം ആദരിച്ചു. ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യത്വമുള്ളവനായി ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ് രക്ഷിതാക്കൾ മക്കൾക്ക് നൽകേണ്ടതെന്നും ഏത് ജോലിയിൽ പ്രവേശിച്ചാലും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാവർക്കും കഴിയണമെന്നും മന്ത്രി K. രാജൻ അഭിപ്രായപ്പെട്ടു. ഈ ചിറമനങ്ങാട് അമ്പലമുറ്റത്തു നിന്ന് ഈ മഹനീയമായ ചടങ്ങിൽ വന്നു തിരിച്ചു പോകുന്ന നേരത്ത് മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉത്തരം ശിരസുയർത്തിപ്പിടിച്ച് ഒട്ടും പതറാതെ ഒരു വിധത്തിലുള്ള കമ്പോളവും സ്വാധീനിക്കാതെ നാം പറയണം, മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ഉത്തരം മക്കളെ ഞങ്ങൾ മനുഷ്യരാക്കും എന്നാകണം എന്ന് പ്രഖ്യാപിക്കേണ്ട അപൂർവമായ ഒരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാട്ടിലെ ഏറ്റവും സാധാരണ സ്കൂളിൽ പഠിച്ച്
ഏറ്റവും സാധാരണക്കാരനോടൊപ്പം ജീവിച്ച് മുഴുവൻ സമയം പഠിക്കുക എന്ന ചുമതല മാത്രമല്ല നിർവഹിക്കേണ്ടതെന്നും സമൂഹത്തിന്റെ ചുറ്റളവുകളിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട് എന്നും നമ്മളെ പഠിപ്പിച്ച് പ്രശാന്ത് ഇപ്പോൾ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. കെ.എൻ. പ്രശാന്തിനെ പൊന്നാട അണിയിച്ച മന്ത്രി ജന്മനാടിന്റെ പുരസ്കാരം സമ്മാനിച്ചു. ഗ്രാമീണ വായനശാല, കുന്നമ്പത്തുകാവ് ദേവസ്വം, ഗേങ്ങേഴ്സ് പന്നിത്തടം, തനിമ ചിറമനേങ്ങാട്, സിത്താര ചിറമനേങ്ങാട്, ബദർ പള്ളി കമ്മിറ്റി ചിറമനേങ്ങാട്, നെല്ലിക്കുന്ന് ദേശം, സംഘസാരഥി എന്നീ സംഘടനകൾ പ്രശാന്തിനെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. മന്ത്രിക്ക് ചിറമനേങ്ങാട് ഗ്രാമത്തിന്റെ ഉപഹാരമായി ശില്പി എം.കെ. വിശ്വംഭരൻ മരത്തിൽ തീർത്ത കുടക്കല്ലിന്റെ മാതൃക സംഘാടക സമിതി ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമായ ഗഫൂർ കടങ്ങോട് സമർപ്പിച്ചു. നാഷണൽ സ്കൂൾ ഗെയിംസിൽ തായ്ക്കൊണ്ടോ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ വി.യു. ജിഷ്ണ, സംസ്ഥാനതല ഉപന്യാസരചന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടി.പി. ഗോപിക, സംസ്ഥാനതല തായ്ക്കൊണ്ടോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ പി.എസ്. അഭിനവ്, കുടുംബശ്രീ ട്രെയിനർ കെ.പി. അജയകുമാർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ധനസഹായം ചടങ്ങിൽ കൈമാറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത്, പഞ്ചായത്ത് മെമ്പർ എം.വി. ധനീഷ്, എൻ.എസ്. സത്യൻ, സി.സി. ശ്രീകുമാർ, അഡ്വക്കേറ്റ് പി.എസ്. ഈശ്വരൻ, പി.വി. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. 54ാമത് കുന്നംകുളം ഐക്യ സുവിശേഷ യോഗത്തിന് മുന്നോടിയായി കൊടിയേറ്റം നടന്നു. കുന്നംകുളം CSI പള്ളി മുൻ വികാരി റവറൻ P.G. തോംസൺ കൊടി ഉയർത്തി. ഐക്യ സുവിശേഷ സംഘം ജോയിന്റ് സെക്രട്ടറി ഷാജൻ മാത്യു, ട്രഷറർ സ്റ്റാൻലി വർഗീസ്, PRO ഡോക്ടർ താജ് പോൾ, മറ്റ് അംഗങ്ങളും സംബന്ധിച്ചു. ഫെബ്രുവരി 5 മുതൽ 11 വരെയുള്ള തീയതികളിലാണ് ഐക്യ സുവിശേഷ മഹായോഗങ്ങൾ നടക്കുന്നത്. റവറൻ ഡോക്ടർ കെ. തോമസ് കൊട്ടാരക്കര, ബ്രദർ ബിജു വർഗീസ് റാന്നി, ബ്രദർ ഷാജി വർഗീസ് ഡൽഹി, പാസ്റ്റർ ബെന്നി കൊല്ലം, പാസ്റ്റർ റെജി മാത്യു കോട്ടയം എന്നിവരാണ് പ്രാസംഗികർ. ഫെബ്രുവരി 5 തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൺവെൻഷന് തുടക്കമാകുന്നത്. ഫെബ്രുവരി 10 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ബൈബിൾ ക്ലാസ്, 10 മണിക്ക് ധ്യാനയോഗം എന്നിവയുണ്ടാകും. ഫെബ്രുവരി 11 ഞായറാഴ്ച കൺവെൻഷൻ സമാപിക്കും. വേലൂർ ഗ്രാമകം 2024 നാടകോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സമൂഹ ചിത്രരചന നടന്നു. പ്രശസ്ത ചിത്രകാരൻ സുജിത് എസ്.എൻ. ഉദ്ഘാടനം നിർവഹിച്ചു. PR മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ ജ്യോതിരാജ് മായമ്പിള്ളി, ആർട്ടിസ്റ്റ് മോഹനൻ, ശർമാജി എന്നീ ചിത്രകാരന്മാർ രചനകൾക്ക് നേതൃത്വം നൽകി. നാടകോത്സവം സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ രജിത രവി, കൺവീനർ EM വിനീത് എന്നിവർ പങ്കെടുത്തു. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികളും മുതിർന്നവരും സമൂഹ ചിത്രരചനയിൽ പങ്കാളികളായി. വടക്കേക്കാട് കല്ലിങ്ങൽ ഗ്രീൻഫീൽഡ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബ സംഗമം വേറിട്ട അനുഭവമായി. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ് വിവിധ പരിപാടികളോടെ കുടുംബസംഗമം നടത്തിയത്. നല്ല ഭക്ഷണം, നല്ല ബന്ധങ്ങൾ, ആരോഗ്യമുള്ള ജീവിതം എന്ന ശീർഷകത്തിലാണ് വാർഷിക കുടുംബസംഗമം നടത്തിയത്. പ്രഭാത ഭക്ഷണത്തിനു ശേഷം കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ മത്സരങ്ങളുണ്ടായിരുന്നു. മത്സരത്തിലെ പ്രധാന ഇനമായ ഉലക്കയും ഉരലും ഉപയോഗിച്ച് നെല്ലുകുത്തൽ മത്സരം പങ്കെടുത്ത പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. 1/2 കിലോ നെല്ല് 5 മിനിറ്റിനുള്ളിൽ ഇടിച്ച് അരിയാക്കുക എന്നതായിരുന്നു മത്സരം. ഇതിനായി ഉരലും ഉലക്കയും സംഘാടകർ ഒരുക്കിയിരുന്നു. തുടർന്ന് നടത്തിയ പൊതുയോഗം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസലുൽ അലിയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഗ്രീൻഫീൽഡ് കർഷക മിത്ര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അബ്ദുറഹ്മാൻ മാളിയക്കൽ, ജൈവ കൃഷിക്കുള്ള അവാർഡിന് ശശീന്ദ്രൻ, മട്ടുപ്പാവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തിയ താജുദ്ദീൻ എന്നിവർ അർഹരായി. ഡോക്ടർ KH അബ്ദുൾ ലത്തീഫ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, വാർഡ് മെമ്പർമാരായ ഷനിൽ അപ്പു, ശോഭ അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണവും സ്വയം തൊഴിലും വീട്ടമ്മമാരുടെ പങ്ക് എന്ന വിഷയത്തിൽ വൈശ്യം വീട്ടിൽ അബ്ദുൾ റഷീദ് സംസാരിച്ചു. ഫലവൃക്ഷത്തൈകളുടെ പ്രദർശനവും വിൽപ്പനയും ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണിയും ഉച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പുന്നയൂർകുളം. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പ്രഥമ ദേവാലയമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസൻ ഇടവകയുടെ കീഴിലുള്ള അഞ്ഞൂർ മാർ ബഹനാം ചാപ്പലിന്റെ പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടന്നു. സിറിൽ മാർ വസേലിയോസ് മിത്രാപ്പൊലീത്ത കൊടിയേറ്റം നിർവഹിച്ചു. ഫെബ്രുവരി 1, 2 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ, ഫാദർ സ്കറിയാച്ചീരൻ എന്നിവർ സംബന്ധിച്ചു. ഇടവക സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ ബിനീഷ് ചെമ്മണ്ണൂർ എന്നിവർ അടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. ഫെബ്രുവരി 1 വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും 9 മണിക്ക് പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷവും ഉണ്ടാകും. 2-ാം തീയതി രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ കുർബാനയും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള റാസയും നേർച്ചയും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സിറിൽ മാർ ബസേലിയോസ് മിത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ സമ്മേളനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ GUP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് KP മോഹൻ ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഡോക്ടർ രാജേഷ്, മേഖലാ സെക്രട്ടറി സിന്ധു C. ശിവദാസ്, ട്രഷറർ KP ഗോപികൃഷ്ണ, സംസ്ഥാന നിർവാഹക സമിതി അംഗം C. മനോജ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം OA സതീശൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ A. ശ്രീകുമാർ, KR ശശീധരൻ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ മുണ്ടോപ്പാടത്ത് അഗ്നിബാധ. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സമയോചിതമായ രക്ഷാപ്രവർത്തനത്തിൽ തീ അണയ്ക്കാനായത് കർഷകർക്ക് ആശ്വാസമായി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഏകദേശം 500 ഏക്കറോളം വരുന്ന മുണ്ടേപ്പാടം പാടശേഖരത്തിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ തീപിടുത്തമുണ്ടായത്. കർഷകർ കൃഷിയിറക്കിയിട്ടുള്ള പാടശേഖരത്തിൽ പകുതി ഭാഗം മാത്രമാണ് കൊയ്ത്ത് കഴിഞ്ഞിരുന്നത്. കൊയ്ത്ത് കഴിഞ്ഞതിനെ തുടർന്ന് ഇവിടെ വൈക്കോൽ വലിയ തോതിൽ ശേഖരിച്ചിരുന്നു. കൂടാതെ പകുതിയിലേറെ ഭാഗം കൊയ്ത്ത് കഴിയാനുണ്ടായിരുന്നു. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തിനൊപ്പം ചൊവ്വല്ലൂർ ശിവക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, പാടശേഖര സമിതി അംഗങ്ങളായ PK നന്ദകുമാർ, സലീഷ് കുന്നത്തുള്ളി, PA ദിനുദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ മേഖലകളിലെ യുവാക്കളും രംഗത്തിറങ്ങിയതോടെ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തി തീയണയ്ക്കാനായി. പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ കാറ്റിൽ കൂട്ടിമുട്ടിയുണ്ടായ തീപ്പൊരിയിൽ നിന്നാകാം തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. തീ എളുപ്പത്തിൽ അണയ്ക്കാനായതിനാൽ കൃഷിക്ക് വലിയ നാശനഷ്ടമുണ്ടാകാത്തതിന്റെ ആശ്വാസത്തിലാണ് പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കർഷകർ. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ നഗരസഭ 27-ാം വാർഡിലെ 66-ാം നമ്പർ അംഗൻവാടിക്കായി നിർമ്മിച്ച ഇരുനില കെട്ടിടം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. TN പ്രതാപൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, വാർഡ് കൌൺസിലർ VK സുജിത്, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ICDS സൂപ്പർവൈസർ ഷീജ വിൻസെന്റ്, ബാലൻ വാറനാട്ട്, ആൻമരിയ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി അധ്യാപകരെയും കെട്ടിട നിർമ്മാണ കരാറുകാരൻ ശശികുമാർ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാവിരുന്നും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കുന്നംകുളം താലൂക്കിൽ 437 മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചു. നവകേരള സദസ്സിലും ഓൺലൈനുമായി അപേക്ഷിച്ചവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചത്. റേഷൻ കാർഡുകൾ അനുവദിച്ചതിന്റെ ഔദ്യോഗിക അറിയിപ്പ് നൽകുന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, ചിത്ര വിനോബാജി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, താലൂക്ക് സപ്ലൈ ഓഫീസർ R ജയശ്രീ, അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ KN സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥിതി വെച്ച് പരിശോധിച്ച് കുറേയധികം ആളുകൾ സ്വയം തയ്യാറായി സറണ്ടർ ചെയ്യും. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പരിധിയിൽ പെടുന്നവരല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവർ 10,000-കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവായവരുടെ ഗ്യാപ്പിലേക്ക് നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ നമുക്ക് ചെയ്യാനാവില്ല. ശതമാനം എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ അത്ര ശതമാനത്തിൽ നിർത്തിക്കൊള്ളണം. അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ നിന്ന് ഒരു ആനുകൂല്യം കിട്ടില്ല കേന്ദ്രത്തിൽ. അപ്പം അത് വെച്ചാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ കുറേയേറെ ചേർത്തത്. മുൻഗണനാ കാർഡുകൾ അല്ലെങ്കിൽ BPL കാർഡുകളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുറേയധികം ആളുകൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുൻഗണനാ കാർഡുകൾ കൊടുക്കുന്നത്. റോഡിൽ കുത്തിയിരുന്ന കോൺഗ്രസിന്റെ പ്രതിഷേധം. മുല്ലശ്ശേരി കൂമ്പുള്ളിപ്പാലം മുതൽ പാവർട്ടി വരെയുള്ള PWD റോഡിന്റെ പടിഞ്ഞാറ് വശം മാത്രം പുതുതായി ടാർ ചെയ്ത് ഉയരം കൂട്ടുകയും കിഴക്ക് വശം ടാർ ചെയ്യാതെ കുണ്ടും കുഴിയുമായി കിടക്കുന്നത് മൂലം വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും റോഡിൽ കുത്തിയിരുന്ന സമരവും നടത്തിയത്. അമൃത് കുടിവെള്ള പദ്ധതിക്കു വേണ്ടി പൈപ്പിടുന്നതിന്റെ ഭാഗമായി PWD റോഡിന്റെ പടിഞ്ഞാറുവശം പൊളിക്കുകയും പൊളിച്ച വശം മാത്രം നവകേരള സദസ്സിനെ തൊട്ടുമുമ്പായി 3 ഇഞ്ച് ഉയർത്തി ടാർ ചെയ്യുകയുമായിരുന്നു. ടാർ ചെയ്യാത്ത വശം കുണ്ടും കുഴിയുമായി കിടക്കുന്നതും വാഹനങ്ങൾ സൈഡ് നോക്കാതെ ടാർ ചെയ്ത വശത്തിലൂടെ പോകുന്നതും അപകട സാധ്യത വർദ്ധിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം റോഡിൽ അപകടമരണം ഉണ്ടായിട്ടും MLAയുടെ ഓഫീസിന് മുൻപിലുള്ള ഈ റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പോലും കഴിവില്ലാത്തയാളാണ് മുരളി പെരുന്നെല്ലി MLA എന്ന് PK രാജൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി.
മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ AD സാജു, NA നൌഷാദ്, AP ബാബു, ആൻഡോ ലിജോ, പ്രസാദ് വാഗ, പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ, സുനിത രാജു എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മുബാറക് കേച്ചേരി, CA പീറ്റർ, ജിൻഡോ തേറാട്ടിൽ, NR രജീഷ്, MM ഹാരൂൺ, ബെർട്ടിൻ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. അഞ്ഞൂർ കത്തോലിക്ക ഇടവക പള്ളിയിലെ പുതിയ വൈദിക മന്ദിരത്തോടൊപ്പം നിർമ്മിച്ച വേദപഠന സ്കൂളിന്റെ ഫസ്റ്റ് ബ്ലോക്കിന്റെ വെഞ്ചിരിപ്പും പ്രവേശന കർമ്മവും നടന്നു. വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജെയിംസ് പേരാമംഗലത്ത്, കൈക്കാരന്മാരായ VV ജോയ്, VT വിൻസെന്റ്, OC ബാബു, OF തോമസ് എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രധാന മേഖലകൾ ഇനി സുരക്ഷാ ക്യാമറയുടെ നിരീക്ഷണത്തിൽ. വടക്കേക്കാട്, അഞ്ഞൂർ, വെട്ടിപ്പുഴ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം നടന്നു. പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം തടാകം കുഞ്ഞിമുഹമ്മദ് ഹാജി, വടക്കേക്കാട് SHO അമൃതരംഗൻ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനും കുറ്റകൃത്യങ്ങൾ തടയാനും ഒരു പരിധിവരെ ക്യാമറ സ്ഥാപിച്ചതിലൂടെ സാധിക്കുമെന്ന് SHO അമൃതരംഗൻ പറഞ്ഞു. ചടങ്ങിൽ ചാവക്കാട് SI സിസിൽ ക്രിസ്ത്യൻ രാജിനെ തടാകം കുഞ്ഞിമുഹമ്മദ് ഹാജി ആദരിച്ചു. തൃശൂർ കൺട്രോൾ യൂണിറ്റ് ഓപ്പറേറ്റർ അതുൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീധരൻ മാക്കാലിക്കൽ, ടീം വിജിലന്റ് ജില്ലാ കോർഡിനേറ്റർ സെക്കരിയ കുന്നച്ചാംവീട്ടിൽ, മൈമൂന അഭയം, മുഹമ്മദ് അലി കൂട്ടായ്മ, അസ്ലം ബഷീർ, വടക്കേക്കാട് SI ആനന്ദ്, അഡീഷണൽ SIമാരായ ബിജു, യൂസഫ് തുടങ്ങിയവരും സംബന്ധിച്ചു. കാവൽ നേത്ര എന്ന പേരിൽ വടക്കേക്കാട് SI ആയിരുന്ന സിസിൽ ക്രിസ്ത്യൻ രാജ് രൂപം നൽകിയ പദ്ധതിയുടെ പൂർത്തീകരണമാണ് മോഡേൺ ജംഗ്ഷൻ എന്ന പേരിൽ 6 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കിയത്. വ്യാപാര സ്ഥാപനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്താലാണ് പദ്ധതിക്കുള്ള ഫണ്ട് കണ്ടെത്തിയത്. 5 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി തൃശൂർ തേർഡ് ഐ സെക്യൂരിറ്റി നെറ്റ്വർക്കാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ പോലീസ് പരിധിയിൽ വടക്കേക്കാട് മേഖലയിലാണ് നിരീക്ഷണ ക്യാമറ ആദ്യമായി സ്ഥാപിച്ചത്. മോഡേൺ ജംഗ്ഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് സെന്ററിൽ 5 ക്യാമറകളും അഞ്ഞൂരിൽ 4-ഉം വെട്ടിപ്പുഴയിൽ 3 ക്യാമറകളുമാണ് AI ക്യാമറകളുടെ നിലവാരത്തിൽ സജ്ജീകരിച്ചത്. CCTV ന്യൂസ് പുന്നേർകുളം. ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ ഒറ്ററാന്തൽ എന്ന കവിതാ സമാഹാരം ഡോക്ടർ C രാവുണ്ണി പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളും കവയിത്രിയുമായ TM ലത പുസ്തകം ഏറ്റുവാങ്ങി. താവളം സാഹിത്യ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രസാദ് കാക്കശ്ശേരി, KP വിനോദ്, തുളസീദാസ് കോട്ടപ്പടി, ID രഞ്ജിത്ത്, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, നടൻ മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവി സമ്മേളനവും ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് അസോസിയേഷൻ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് തെരുവിൽ കഴിയുന്നവർക്ക് പൊതിച്ചോറ് വിതരണവും അർഹരായവർക്ക് ചികിത്സാ സഹായധന വിതരണവും നടന്നു. തൃശൂർ റൌണ്ടിലെ തെരുവോരത്ത് കഴിയുന്നവർക്കായി നടത്തിയ പൊതിച്ചോറ് വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് അസോസിയേഷൻ രക്ഷാധികാരി ജയന്തി ഗംഗാധരൻ നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ബാബു ഷോണി അധ്യക്ഷനായി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന എംപ്ലോയീസ് അസോസിയേഷൻ അംഗം അഖിലിന് ധനസഹായം കൈമാറി. സെക്രട്ടറി VS സുധീർ, ട്രഷറർ സുധീഷ്, വൈസ് പ്രസിഡന്റ് AS സജി എന്നിവർ സംസാരിച്ചു. പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് അസോസിയേഷൻ, മറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മന്നലാംകുന്ന് GFUP സ്കൂൾ 101-ാം വാർഷികാഘോഷങ്ങളും എൻഡോവ്മെന്റ് വിതരണവും നടത്തി. സമ്പൂർണ്ണ സ്മാർട്ട് സ്കൂൾ എന്ന തലത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പുന്നയൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളായ മന്നലാംകുന്ന് സ്കൂളിന്റെ 101-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ നടത്തിയ വാർഷികാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് റിപ്പോർട്ട് അവതരണം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ എൻഡോമെന്റ് വിതരണം നടത്തി. പുന്നയൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന്, പുന്നയൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, MPTA പ്രസിഡന്റ് ഷൈല ഷാദുലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. PTA പ്രസിഡന്റ് റാഫി മാലിക്കുളം സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ അനീഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ അങ്കണവാടി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികളുടെ മുട്ടിപ്പാട്ടും അരങ്ങേറി. ആഘോഷത്തിന് സ്കൂൾ അധ്യാപകരും PTA ഭാരവാഹികളും നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം.
ഇയാൽ കോഴിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഭഗവതി കളവും വിഷ്ണുമായ കളവും നടന്നു. കെ ജയൻ കളമെഴുത്തുപാട്ടിന് കാർമ്മികത്വം വഹിച്ചു. കളമെഴുത്തുപാട്ടിനോടനുബന്ധിച്ച് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കോഴിപ്പറമ്പ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഭാസ്കരൻ, ഷാജൻ പ്രഭാകരൻ, രവി, സുഭാഷ്, സുരേഷ്, സുബീഷ്, കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. NSS ചാവക്കാട് താലൂക്ക് പ്രവർത്തക സമ്മേളനം ഡയറക്ടർ ബോർഡ് അംഗവും തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ ധനസഹായ വിതരണം, എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് വിതരണം, സമാദരണ സദസ്സ് എന്നിവയും ഉണ്ടായിരുന്നു. വാസ്തുവും സിവിൽ എഞ്ചിനീയറിംഗും പരസ്പര പൂരകങ്ങളാകണമെന്ന് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ICTE ഫാക്കൽറ്റി ചാപ്റ്ററുമായി സഹകരിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് സംഘടിപ്പിച്ച ഹാർമണി ഇൻസ്ട്രക്ടേഴ്സ് ബ്രിഡ്ജിംഗ് വാസ്തു ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ത്രിദിന അധ്യാപക നൈപുണ്യ വികസന പരിപാടിയിൽ ക്ലാസ് നയിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേമവും പോസിറ്റീവ് എനർജിയും പ്രോത്സാഹിപ്പിക്കുന്ന പരിസ്ഥിതികൾ സൃഷ്ടിക്കുന്നതിന് രൂപകൽപ്പനയിൽ ഊന്നൽ നൽകി ആധുനിക എഞ്ചിനീയറിംഗുമായി പരമ്പരാഗത ജ്ഞാനത്തെ ബന്ധിപ്പിക്കാൻ യുവതലമുറ ശ്രദ്ധിക്കണമെന്നും കാണിപ്പയ്യൂർ കൂട്ടിച്ചേർത്തു. സമതുലിതമായ ഘടനകൾക്കായി ജാമീതീയ അനുപാതങ്ങൾ പ്രയോഗിച്ച് വാസ്തുവിന്റെ ഗണിതശാസ്ത്ര വശങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ സഹായകരമായ ത്രിദിന ഫാക്കൽറ്റി വികസന പരിപാടി വിവിധ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നിർമ്മാണ രംഗത്തെ പ്രമുഖർ, സിവിൽ സർവീസ് മേഖലകളിലെ പ്രശസ്ത കൺസൾട്ടന്റുമാർ എന്നിവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വിദ്യാ പ്രിൻസിപ്പാൾ ഡോക്ടർ സജി CB, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, ഡീൻ അക്കാദമിക്സ് ഡോക്ടർ സുധാ ബാലഗോപാലൻ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിത, വകുപ്പ് മേധാവി ഡോക്ടർ അഭിലാഷ, ഡോക്ടർ ജസ്റ്റിൻ ജോസ്, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജലി, കല്യാണി വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ CV ലാൽ, തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ആശാലത തമ്പുരാൻ, നിർമ്മാണ രംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച EP നവനീത് എന്നിവർ നയിച്ച ക്ലാസുകളുമുണ്ടായി. CCTV ന്യൂസ്, വേലൂർ. കൂടെ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശമുണർത്തി ചാവക്കാട് നഗരസഭയുടെ സാന്ത്വന പരിചരണ ദിനാചരണത്തിന്റെ ഭാഗമായി രോഗി ബന്ധു കുടുംബസംഗമം സംഘടിപ്പിച്ചു. നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി ബ്ലാങ്ങാട് ചാപ്പറമ്പ് GUP സ്കൂളിൽ നടത്തിയ സംഗമം ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ സാന്ത്വന പരിചരണ പദ്ധതിയിൽ ദീർഘകാലം പാലിയേറ്റീവ് നഴ്സായി പ്രവർത്തിച്ചിരുന്ന നജ്മത്തിന്റെ അകാല വിയോഗത്തിൽ യോഗം ദുഃഖം രേഖപ്പെടുത്തി. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബുഷറ ലത്തീഫ്, മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ KV സത്താർ, MR രാധാകൃഷ്ണൻ, രഞ്ജിത്ത്, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് നഴ്സ് സരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് സമത്വം മമ്മിയൂരിന്റെ നാടൻപാട്ട് അവതരണവുമുണ്ടായി. രാജ നഴ്സിംഗ് സ്കൂളിലെയും മണത്തല സ്കൂളിലെയും വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസും മറ്റ് കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന +2 അധിക ബാച്ചിനായുള്ള ക്ലാസ് റൂമുകളുടെ പ്രവർത്തനോദ്ഘാടനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ അധ്യക്ഷനായി. പൊന്നാനി AEO ഷോജ ടീച്ചർ, വെളിയങ്കോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് പുഴക്കര, ബ്ലോക്ക് മെമ്പർ അജയൻ, PTA പ്രസിഡന്റ് നിഷിൽ, SMC ചെയർമാൻ AT ഗഫൂർ, പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ ഉമ്മർ പാടത്തക്കയിൽ, അശോകൻ, രഘുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ നൂർ മുഹമ്മദ് സ്വാഗതവും പ്രധാന അധ്യാപിക രാധിക ടീച്ചർ നന്ദിയും പറഞ്ഞു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫെബ്രുവരി 3, 4, 5 തീയതികളിലായാണ് ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും ധീരരക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നിവയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഡോക്ടർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ ടോമി പാലയൂർ, ജോണി അറയ്ക്കൽ, ജോഷി അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഡിൻഡോ ഡൊമിനിക്, മറ്റ് തിരുനാൾ കൺവീനർമാരും ഇടവക ജനങ്ങളും സന്നിഹിതരായിരുന്നു. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം വികാരി പബ്ലിസിറ്റി കൺവീനർ ജോബി ആലപ്പാട്ടിന് നൽകിയും തിരുനാൾ കമ്മിറ്റി നൽകുന്ന ചികിത്സാ സഹായ ഫണ്ട് വികാരി ജനറൽ ഫിനാൻസ് കൺവീനർ ലിനോ ലാസറിന് നൽകിയും നിർവഹിച്ചു. ഫെബ്രുവരി 3 ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും നടക്കും. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്ന അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പ് രാത്രി 11 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യം അരങ്ങേറും.
തിരുനാൾ ദിനമായ ഫെബ്രുവരി 4 ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലിയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഉച്ചതിരിഞ്ഞ് 4 ദിവ്യബലിക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. പ്രദക്ഷിണം സമാപിച്ചതിനെ തുടർന്ന് ഫാൻസി വെടിക്കെട്ടും 7:30 മെഗാ ഫ്യൂഷൻ സംഗീത വിരുന്നും അരങ്ങേറും. ഫെബ്രുവരി 5 തിങ്കളാഴ്ച രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി. പൈതൃകം ഗുരുവായൂർ പ്രതിമാസ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. രുക്മണി റീജൻസിയിൽ നടന്ന ചടങ്ങിൽ ആധ്യാത്മിക പ്രഭാഷകനും ചാക്യാർകൂത്ത് കലാകാരനുമായ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ കണ്ണന്റെ കഥകൾ എന്ന ശീർഷകത്തിൽ ഗുരുവായൂരപ്പന്റെ രാസലീലകൾ വിവരിച്ചു. സംസ്ഥാനത്തെ മികച്ച NCC ഓഫീസർക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ച PJ സ്റ്റൈജുവിനെ ആദരിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജനു ഗുരുവായൂർ, ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ, പൈതൃകം കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ്, പൈതൃകം സെക്രട്ടറി മധു കെ നായർ, ട്രഷറർ KK വേലായുധൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ KB പ്രഭാകരൻ, കൺവീനർമാരായ സിദ്ധാർത്ഥൻ നെടിയടത്ത്, ശ്രീകുമാർ P നായർ, മുരളി അകമ്പടി, IP രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ കലാനിലയം എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കുനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ തൂവാനൂർ ബ്രാഞ്ചിൽ സഹകാരി സംഗമം സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ നമ്പി അധ്യക്ഷനായി. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ SN ആരാധന മുഖ്യാതിഥിയായി. ബാങ്ക് സെക്രട്ടറി KJ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റ് MB പ്രവീൺ, ബാങ്ക് ഭരണസമിതി അംഗം രതീഷ് പാറന്നൂർ, ബ്രാഞ്ച് മാനേജർ KP അജിത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത സഹകാരികൾക്ക് പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു. പുന്നയൂർ കുമരംകോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവവും വിഷ്ണുദേവ പ്രതിഷ്ഠാ ദിനവും ആഘോഷിച്ചു. വെള്ളി ശനി ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമന കുട്ടൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ കലശത്തോടും വിശേഷാൽ പൂജകളോടുകൂടിയും താന്ത്രിക പൂജകളും വിവിധ ദേശക്കാരുടെ ഉത്സവവരവും ഉണ്ടായിരുന്നു. പിള്ളക്കാവടി അഭിഷേകം, വേൽ സമർപ്പണം, ഭണ്ഡാര സമർപ്പണം, പ്രസാദ ഊട്ട്, പഞ്ചവാദ്യം, ചെണ്ടമേളം, നിറമാല, ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഉണ്ടായി. ആൽത്തറ ഗോവിന്ദാപുരം ക്ഷേത്രം, കുഴിങ്ങര, ആൽ പരിസരം എന്നിവിടങ്ങളിൽ നിന്നും ചിന്തുപാട്ടിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി പൂത്താലവും ശൂലധാരികളും ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് വൈകിട്ട് സ്കന്ദപുരി മാതൃസമിതിയുടെ മെഗാ തിരുവാതിരയും നാടൻപാട്ടും ഉണ്ടായി. 27-ന് പ്രത്യേക പൂജകൾക്കുശേഷം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉത്സവ വരവ് നടന്നു. വൈകിട്ട് 8 മണിക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേളയും ഉണ്ടായി. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം. മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മ കുന്നംകുളത്തിന്റെ കുന്നംകുളം മേഖലാ കൺവെൻഷൻ ചേർന്നു. മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ കലയുടെ സംസ്കാരം എന്ന വിഷയത്തിൽ പ്രഭാഷണം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ശശീധരൻ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. നന്മ മേഖലാ സെക്രട്ടറി TA വേലായുധൻ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ KB അശോക് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. നന്മ മേഖലാ പ്രസിഡന്റ് CK രവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നന്മ സംസ്ഥാന ട്രഷറർ മനോമോഹൻ, സർഗവനിത ജില്ലാ സെക്രട്ടറി ഷീല മണി, നന്മ മേഖലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വിവിധ കലാമേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ആദരവ് നൽകി. നന്മ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എടക്കളത്തൂർ SRCUP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഗ്രാമസഭ സംഘടിപ്പിച്ചു. തോളൂർ പഞ്ചായത്തിലെ പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 13-ാം വാർഡിലെ കുട്ടികളും അധ്യാപകരായ AJ ലിറ്റി, ജോയ്സി ജോസ്, ജിൽസി തോമസ്, AK രഘുനാഥൻ, സിൻഡോ K ഇട്ടിയച്ചൻ, MP നിഷ, സമ്പത്ത് KA, K സുമ എന്നിവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് നിർദ്ദേശങ്ങളും നൽകി. ജനപ്രതിനിധികളായ സരസമ്മ സുബ്രഹ്മണ്യൻ, ഷീന തോമസ്, PP അരവിന്ദാക്ഷൻ, KG പോൾസൺ, എടക്കളത്തൂർ SRCUP സ്കൂൾ പ്രധാന അധ്യാപിക KB സിന്ധു എന്നിവർ നേതൃത്വം നൽകി. സമേതം പദ്ധതിയുടെ ഭാഗമായി ഇരിങ്ങപ്പുറം SMUP സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലിറ്റിൽ തിയേറ്റർ നാടക ക്യാമ്പ് സമാപിച്ചു. നാടകത്തിന്റെ അരങ്ങും അണിയറയും സങ്കേതങ്ങളും മനസ്സിലാക്കാനും അഭിനേതാക്കളുമായും സംവിധായകരുമായും സംവദിക്കാനും ക്യാമ്പ് അംഗങ്ങൾക്ക് സാധിച്ചു. കളിയരങ്ങ് എന്ന പേരിൽ ആരംഭിച്ച നാടക ക്യാമ്പ് PTA പ്രസിഡന്റ് PA ദിനുദാസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭനാണ് ഉദ്ഘാടനം ചെയ്തത്. സമേതം ലിറ്റിൽ തിയേറ്റർ കളിയരങ്ങ് നാടക ക്യാമ്പിൽ 10 ദിവസങ്ങളിലായി സ്കൂൾ ഓഫ് ഡ്രാമ വജ്രജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് ശിവപ്രസാദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആർട്ടിസ്റ്റുകളായ മജീദ് P ഹനീഫ, അജിത് രാമചന്ദ്രൻ, VP ആദ്ര, ശ്രീകാന്ത് ശശികുമാർ, ബിരേഷ് കൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു.
കളിയരങ്ങ് നാടക ക്യാമ്പിന്റെ ഭാഗമായി ക്യാമ്പിലെ കുട്ടികൾക്ക് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ ക്ലാവർ റാണി എന്ന നാടകം കാണുവാൻ അവസരം ഒരുക്കി. നാടകത്തിന്റെ സംവിധായകനുമായും നടീനടന്മാരുമായും സംവദിക്കുവാൻ അവസരം ലഭിച്ചത് അമേച്ചർ നാടകത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ അറിയുവാൻ സഹായകരമായി. സിനിമാ നാടക പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ VK ശ്രീരാമനുമായി കുട്ടികൾക്ക് സംവദിക്കുവാനുള്ള അവസരവും ഒരുക്കി. സമേതം ലിറ്റിൽ തിയേറ്റർ പ്രോഗ്രാമിന്റെ ചെയർമാനും ചാവക്കാട് AUമായ രവീന്ദ്രൻ, ജില്ലാ കൺവീനർ ഷാജി മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിരമിച്ച അധ്യാപകർ, കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല നാടക പ്രവർത്തകർ, പോർക്കളങ്ങാട് ഗ്രാമീണ വായനശാല നാടക പ്രവർത്തകർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ചു. 10 ദിവസങ്ങളിലായി നടന്ന നാടക ക്യാമ്പിന്റെ സമാപന സമ്മേളനം PTA പ്രസിഡന്റ് PA ദിനുദാസിന്റെ അധ്യക്ഷതയിൽ നാടക സംവിധായകനും കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല സെക്രട്ടറിയുമായ BK ദാസൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനാധ്യാപകൻ സജീവ് നാടക ക്യാമ്പ് വിലയിരുത്തി. CCTV ന്യൂസ്, ഗുരുവായൂർ. തിരുവത്ര ശ്രീ ഗ്രാമകുളം കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വെള്ളത്തിട്ടുമന കിഴക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. രാവിലെ വിശേഷാൽ പൂജകളുമുണ്ടായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. തുടർന്ന് ചുറ്റുവിളക്ക് ശ്രീനാരായണ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികളും നടന്നു. ഫെബ്രുവരി 3-നാണ് പൂരാഘോഷം. മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 31-ന് മൈത്രി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നൃത്തസന്ധ്യയുണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വാഴപ്പള്ളി ദേവദാസ്, സെക്രട്ടറി വെങ്കളത്ത് സുനിൽകുമാർ, ട്രഷറർ കൂർക്കപ്പറമ്പിൽ ശശിധരൻ, രക്ഷാധികാരി തേർലി പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ 1982-83 SSLC ബാച്ചും സ്കൂളിലെ റെഡ് ക്രോസ് കാഡറ്റുകളും സംയുക്തമായാണ് സൗജന്യ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഡോക്ടർ നയന രാജ് നിർവഹിച്ചു. ബാച്ച് പ്രസിഡന്റ് CA പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ, ട്രഷറർ PK ഗോപി, JRC അധ്യാപകൻ PK അബൂബക്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്യാമ്പിൽ ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷനിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി മരുന്നുകൾ നൽകി. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിന് റെഡ് ക്രോസ് വോളണ്ടിയർമാർ നേതൃത്വം നൽകി. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടപ്പുറം പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് സാലിഹ ഷൌക്കത്തിന് മൊമെന്റോ നൽകി ആദരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ ഫൈസൽ, സംസ്ഥാന കമ്മിറ്റി അംഗം MA ജാബിർ, തൃശൂർ ജില്ലാ ട്രഷറർ മുഹമ്മദ് മുബാറക്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV മൻസൂർ അലി, വാർഡ് മെമ്പർമാരായ TR ഇബ്രാഹിം, AV ഗഫൂർ എന്നിവർ സംസാരിച്ചു. ചരമം. കാവീട് വെള്ളറ കുരിയാക്കുമകൻ തോമസ് നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മിഥുൻ, നിതിൻ, ജിതിൻ എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ ചെറുവത്തൂർ വീട്ടിൽ സഖറിയ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം കാർമൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. ശാന്ത ഭാര്യയും സാം, സിമി, സെബി എന്നിവർ മക്കളുമാണ്. പുന്നേർകുളം ചമ്മന്നൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ കരുവളപ്പിൽ അപ്പുവിന്റെ ഭാര്യ മണി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം പൊന്നാനി കോട്ടത്തറ ശ്മശാനത്തിൽ നടത്തി. മനോഹരൻ, രമണി, ദിവാകരൻ, രജനി, രജിത, രതീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ നിന്നും സിന്തറ്റിക് ലഹരിമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. 66 ഗ്രാം MDMA-യുമായാണ് ലഹരി വിൽപ്പന സംഘത്തിൽ ഉൾപ്പെട്ട പെലക്കാട്ട് പയ്യൂർ സ്വദേശി അബു, തലക്കൂട്ടുകര സ്വദേശി നിതിൻ എന്നിവർ അറസ്റ്റിലായത്. പന്തല്ലൂരിൽ 5 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. മരിച്ചത് പന്തല്ലൂർ കോച്ചൻ വീട്ടിൽ രാജേഷ് പ്രിയ ദമ്പതികളുടെ മകൾ അതിഥി കൃഷ്ണ. പനിയെ തുടർന്ന് ആന്തരാവയവങ്ങളിൽ വ്യാപിച്ച അണുബാധയാണ് മരണകാരണമെന്ന് സൂചന. പ്രതിശ്രുതവരൻ കുഴഞ്ഞു വീണു മരിച്ചു. ചൊവ്വാഴ്ച വിവാഹിതനാകേണ്ട ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപം താമസിക്കുന്ന ചന്ദ്രൻ മകൻ 30 വയസ്സുള്ള അരുണാണ് മരിച്ചത്. മരണത്തെ തുടർന്ന് പന്തല്ലൂർ പൂരത്തിന്റെ ഭാഗമായി നൻബൻസ് കമ്മിറ്റി നടത്തേണ്ടിയിരുന്ന ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു. ചാവക്കാട് മണത്തല നേർച്ചയ്ക്ക് ആഘോഷപൂർവ്വം തുടക്കം. പ്രചോദിയുടെ ആദ്യ കാഴ്ച ജാറം അങ്കണത്തിലെത്തി. നേർച്ചയുടെ പ്രധാന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തെക്കഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ചാവക്കാട് നഗരം ചുറ്റി 11:30 മണത്തല പള്ളിജാറത്തിലെത്തും. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള ആനകളുടെ എണ്ണം 5-ൽ നിന്ന് 3-ആയി കുറച്ചു. ദേവസ്വം വിളിച്ചു ചേർത്ത വിവിധ സർക്കാർ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.